എടുക്കാവുന്ന രീതിയിൽ 2 സിനിമകളിൽ അല്ലേ വേറെ സാന്നിധ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിലൊന്നായിരുന്നു നമ്മുടെ വിനിയൻ സംവിധാനം ചെയ്തിട്ടുള്ള മണിച്ചേട്ടൻ്റെ അല്ലേ. അതിനെ കുറിച്ചൊന്ന് അനുഭവങ്ങൾ. അതില് മണിച്ചേട്ടനും പ്രണയിച്ച ഒരു പെണ്ണിന്റെ മോനായിട്ടായിരുന്നു ഞാൻ. ആ സമയം ഹാഗൊന്നും ഉണ്ടായിട്ടില്ല. ശരിയാണ്. ആ സമയത്ത് അതിന്റെ ഒരു കഥ പറയാനുണ്ട്. അവന് ആ സമയത്ത് ഇങ്ങനെ ഹെയർ കൂടുതലുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഈ അവസരം പെട്ടെന്നാണ് വരുന്നത്. ഇപ്പൊ എറണാകുളത്ത് പെട്ടെന്ന് ഇങ്ങനെ വേറെ ആള് മുഖേനാണ് വിളിച്ചത്. ഒരു നിസാർ വടകര എന്നുള്ളൊരു നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അവരാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനൊരു ഷൂട്ട് ഉണ്ട്, അപ്പൊ മോന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചു. ഇന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോ എറണാകുളത്ത് എത്തണം, അവരൊരു സാറിനൊന്ന് കാണണം. അപ്പൊ ഒരുപാട് കുട്ടികൾ അവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു 10 മണിക്കാണ് നമ്മളത് കിട്ടുന്നത്. അപ്പാടെ നമ്മള് രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത് വേറെ ഫ്രണ്ടിനെ കൂട്ടി പോയി. അങ്ങനെ പോയി നമ്മളൊരു ഫ്രണ്ടിനെ കൂട്ടി പോയതാണ്. അവിടെ എത്തിപ്പോയി. അപ്പം മൂപ്പർക്ക് ഓക്കെ ആയ അവിടെ നിന്ന് ഈ ഹെയർ ഒക്കെ കട്ട് ചെയ്യണം, ചെറിയ എന്നിട്ട് ആ പടത്തില് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം കട്ട് ചെയ്തില്ല. നമ്മളിവിടുന്ന് പോകുമ്പോ തന്നെ കുറച്ച് ബാലൻസ് ചെയ്ത് പോയി. അവിടെ എത്തി പറഞ്ഞാ കട്ട് ചെയ്യാന്ന് വെച്ചു. പിന്നെ അവിടെ എത്തിയപ്പോ പറഞ്ഞു നമുക്കത് മേക്കപ്പിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞു. അതാണ് 100 രൂപ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ലൊക്കേഷന്റെയും കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ വിനയൻ അങ്കിള് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഞാൻ കണ്ടു. ധർമ്മജൻ അങ്കിൾ, പിഷാരടി ചേട്ടൻ, പിന്നെ കുറെ ആൾക്കാരെ കണ്ടു. പിന്നെ വിനയൻ അങ്കിൾ എന്നെ ഇടക്കിടക്ക് സിഫ്രു അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ടായി. പിന്നെ അവിടുന്ന് എനിക്ക് കുറെ ചോക്ലേറ്റ് തന്നിരുന്നു. ഇതൊക്കെയാണ് അനുഭവങ്ങൾ.